ഹലോ. അപ്പോൾ നമ്മൾ ദേവമ്മയുടെ വൈവിയായിരുന്നു. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് നേരെ നമ്മൾ അവളുടെ കോളേജിൽ പോയി. മാർത്തോമ കോളേജ് ഫോർ വുമൺ, 1-ാം മൈലുള്ള ഒരു കോളേജാണ്. ഇവിടെയാണ് അവൾ പഠിക്കുന്നത്. പിന്നെ അവളതേ പ്രിൻ്റൊക്കെ എടുക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അവൾ നേരെ വൈവയ്ക്ക് പോയി. പിന്നെ ഞാനാണെങ്കിൽ ഒടുക്കത്തെ പോസ്റ്റ്. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായി, അതൊക്കെ ഇരുന്നു. നേരെ വീട്ടിൽ വന്നൊഴുകി മീൻ വാങ്ങാൻ കയറി. മീൻ വാങ്ങാണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റില്ല എന്നാണ് അച്ഛമ്മ പറഞ്ഞത്. പിന്നെ മീനൊക്കെ നന്നാക്കി ഇപ്പോൾ ഒരു പൂച്ച വരും, അതിനെ ഫ്രെയിമിൽ കയറ്റാൻ വേണ്ടി കൈയും കാലും കാണിച്ചിട്ടാണ് അവൾ ഇവിടം വരെ എത്തിച്ചത്. ഇതാണ് റോസിയമ്മ, നമ്മുടെ വീട്ടിലൊരു മെയിൻ ക്യാരക്ടറാണ്. പിന്നെ റോസിയമ്മയ്ക്ക് യൂട്യൂബിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേ മീൻ കറി വയ്ക്കാനും വറക്കാനൊക്കെ ഉള്ളത് രണ്ടായിട്ട് മാറ്റിയൊക്കെ വെച്ചു. പിന്നെ അതേ കറിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ നന്നാക്കുന്ന സമയത്ത് ദേവ തേങ്ങ ചിരവിയായിരുന്നു, കറിക്ക് വേണ്ടിയിട്ടുള്ള ചിരങ്ങി തന്നു. പിന്നെ അതേ അച്ചാമ്മയുടെ ഫോട്ടോ എടുത്ത് സ്നാപ്ചാറ്റിൽ കയറ്റി ഫിൽറ്ററൊക്കെ മാറ്റി അത് പ്രിൻ്റ് എടുത്ത് അച്ചാമ്മയുടെ കയ്യിൽ നിന്ന് തെറിയിട്ട് അതിൽ വിനോദം കണ്ടുവന്ന എൻ്റെ ചേട്ടനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചു. പിന്നെ ഒരടുപ്പത്ത് കറിക്ക് വെച്ചു, ഒരടുപ്പത്ത് വറക്കാൻ വെച്ചു. പിന്നെ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് മീൻ കറി വെച്ചു. പിന്നെ താളി തേക്കേണ്ട ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ താളിയൊക്കെ അരച്ച് തലയിലൊക്കെ തേച്ച് പിന്നെ അത് നമ്മൾ തലയിൽ വെച്ചിട്ട് നേരെ ഫുഡ് എടുത്തു. നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് നമ്മൾ നേരെ അമ്മാവൻ്റെ കടയിൽ പോയി. കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പഴംപൊരിയൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ദേവയുടെ വീട്ടിൽ പോയി. അവൾക്ക് ഡ്രസ്സ് മാറി ജിമ്മിൽ പോകണമായിരുന്നു. പിന്നെ അവളെ ഞാൻ ജിമ്മിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.